കോഫ് സിറപ്പുകൾ കുട്ടികൾക്ക് കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പഠനങ്ങൾ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് നടന്നിട്ടുണ്ട് കോഫ് സിറപ്പിൻ്റെ കാര്യത്തിൽ. കോഫ് സിറപ്പുകൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് എന്തെങ്കിലും രോഗം നിർണ്ണയിക്കാനോ രോഗം മാറ്റാനോ രോഗത്തിൻ്റെ കാലദൈർഘ്യം കുറയ്ക്കാനോ എന്തെങ്കിലും ഗുണമുള്ളതായിട്ടുള്ള തെളിവുകൾ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന മെഡിക്കൽ പ്രാക്ടീസിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് വേണം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ആ രീതിയിലുള്ള എവിഡൻസ് ബേസ്ഡ് അല്ല. മാത്രമല്ല ലോകാരോഗ്യ സംഘടന ഓരോ 2 വർഷം കൂടുമ്പോൾ അവർ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ്, റെക്കമെൻഡഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ് എന്നുള്ള ഒരു ലഘുലേഖ മുമ്പോട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. അവസാനം വന്നേക്കുന്ന ലഘുലേഖയിലും ഈ ഹാൻഡ് ബുക്കിലും കോഫ് സിറപ്പുകൾ പറയുന്നില്ല. കുട്ടികൾക്ക് അതുകൊണ്ട് കോഫ് സിറപ്പിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അവർ രോഗം എന്താണെന്ന് കണ്ടിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുക. അത് ലായനിയായിട്ട് തന്നെ കൊടുക്കാം. ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും കൊടുക്കാം. പക്ഷേ അതേ കൊടുക്കാവൂ. കോഫ് സിറപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൊടുക്കരുത്. പിന്നെ കോഫ് സിറപ്പിലെ ഇൻഗ്രീഡിയൻറ്റുകൾ തന്നെ ചിലതിനൊക്കെ അത്ര യുക്തിസഹമല്ലാത്ത ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇറാഷണൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന അതും വരാം. ഇപ്പോൾ ഡെക്സ്ട്രോ മെത്തോർഫാൻ അതും ആൻറ്റി ഹിസ്റ്റമിനും എല്ലാം കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷനും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൻ്റെ അത് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ പ്രത്യേകിച്ച് കാര്യമില്ല. അതില്ലാത്തത് കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. അതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഡെക്സ്ട്രോ മെത്തോർഫാൻ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിന് ചെറിയ തോതിൽ ഒന്ന് മന്ദീഭവിപ്പിക്കും. അത് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ആൻറ്റി ഹിസ്റ്റമിനും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു മന്ദതയും ഉറക്കമൊക്കെ ഉണ്ടാവും. ഇത് കുട്ടികളുടെ പ്ലേ ടൈം കൊടുക്കുക. അവർ കോഗ്നിറ്റീവ്ലി മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നിൽക്കുന്നതാണല്ലോ എപ്പോഴും നല്ലതായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. ക്യാപ്സൂൾ കേരള എന്തായാലും കോഫ് സിറപ്പ് കുട്ടികൾക്കുള്ള കോഫ് സിറപ്പ് നമ്മൾ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പുതിയുള്ള ഡോക്ടർമാരും ഈ ഒരു നിലപാടിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അവശ്യ മരുന്നുകളുടെ ലിസ്റ്റിൻ്റെ അകത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഗുണമൊന്നുമുള്ളതായിട്ടും നമ്മൾ കണ്ടിട്ടില്ല. ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അറ്റ് ദി കോസ് എന്ന് പറയുമല്ലോ, അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് മതിയാകും. അതിന് പകരം മാർക്കറ്റിലുള്ളതുകൊണ്ട് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അത് നമ്മുടെ ഡോക്ടർമാരുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്നതിനോട് അത്ര പൂർണ്ണമായിട്ട് യോജിക്കാൻ നിവൃത്തിയില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടത്, അതിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ മുമ്പോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലല്ലോ. കോഫ് സിറപ്പ് കൊണ്ട് ഗുണമുണ്ട് എന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം കഴിയും. അങ്ങനെയാണ്